നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷപ്രകാരം ഏറ്റവും നിർണായകമായ ഒരു ഗ്രഹമാറ്റത്തിൻ്റെ പടിവാതിൽക്കലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 2026 ജൂൺ 2 ദേവഗുരുവായ വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വ്യാഴമാറ്റം കന്നിരാശിക്കാർക്ക് ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ പകുതി നക്ഷത്രങ്ങൾ അടങ്ങിയ കന്നിരാശിക്കാർക്ക് ചരിത്രപരമായ വലിയൊരു ഭാഗ്യകാലത്തിനാണ് വഴി തുറക്കുന്നത്. കാരണം വ്യാഴം വരുന്നത് ഇവരുടെ 11ാം ഭാവത്തിലേക്ക്, അതായത് ലാഭസ്ഥാനത്തേക്ക്. വളരെ നേട്ടങ്ങളുടെ കാലം കന്നിരാശിക്കാർക്ക് ആരംഭിക്കാൻ പോവുകയാണ്. മേടരാശി മുതൽ ചിങ്ങരാശി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നക്ഷത്രം ഏതായാലും ശരി തന്നെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ ലഭിക്കട്ടെ, നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് വിശദമായി കടക്കാം. 2026 ജൂൺ 2 നടക്കാൻ പോകുന്ന വ്യാഴമാറ്റം കന്നിക്കൂറുകാർക്ക് വളരെ സവിശേഷമായ ഫലങ്ങൾ തന്നെയാണ് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ 11ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നു. 4ാം ഭാവാധിപനും 7ാം ഭാവാധിപനുമായ വ്യാഴം 11ാം ഭാവത്തിൽ പ്രവേശിക്കുന്നു. ഇത് സർവകാര്യങ്ങളും നിങ്ങൾക്ക് നേട്ടം കൊണ്ടുവരുന്ന ഒരു ഭാവമാണ്. കർക്കിടകൻ രാശി വ്യാഴത്തിൻ്റെ ഉച്ചരാശി, അതായത് ഉച്ചസ്ഥാനം കൂടി ആയതിനാൽ 11ാം ഭാവത്തിലെ ഈ വ്യാഴമാറ്റം കന്നിരാശിക്കാരുടെ ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങളും സുവർണാവസരങ്ങളും തീർച്ചയായും സമ്മാനിക്കും. 11 എന്ന ലാഭസ്ഥാനത്ത് ഉച്ചവ്യാഴം വരുന്നത് സാമ്പത്തികമായി നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു കാലഘട്ടത്തെയാണ് കൊണ്ടുവരുന്നത്. ഒന്നിലധികം വഴികളിലൂടെ ധനാഗമം ഉണ്ടാകും. നിങ്ങളുടെ സർവ്വമേഖലകളിൽ നിന്നും, നിങ്ങളുടെ കർമ്മമേഖലകളിൽ, നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ധനാഗമം, വളരെ ശക്തമായ ധനത്തിൻ്റെ സാന്നിധ്യമാണ് സൂചിപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നേട്ടമുണ്ടാകും, ലാഭമുണ്ടാകും. മങ്ങിക്കിടന്ന തൊഴിൽ മേഖലകൾ പുഷ്ടിപ്പെടും. ഔദ്യോഗിക രംഗത്ത് പദവികളും മികച്ച സ്ഥാനങ്ങളും, അതായത് സ്ഥാന കയറ്റങ്ങളുമൊക്കെ ലഭിക്കും. എല്ലാ നിലയ്ക്കും ഒരുപാട് സ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തികപരമായ നേട്ടം ഉണ്ടാകും. ലാഭസ്ഥാനമായതുകൊണ്ട് തന്നെ ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്നാണ് നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ലഭിക്കുന്നതെന്ന് വ്യക്തമായി പറയാൻ കഴിയില്ല. അത്തരത്തിൽ വളരെ സമ്പുഷ്ടമായ ഒരു സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഈ ജൂൺ 2 ശേഷം കന്നിക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത്. കടബാധ്യതകളിൽ നിന്നും ഒരു മോചനം ലഭിക്കും. ദീർഘകാലമായി നിങ്ങളെ അലട്ടിയിരുന്ന കടങ്ങൾ വീട്ടുവാനും സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാനും ഈ സമയത്ത് സാധിക്കും. മുൻകാലങ്ങളിൽ നിങ്ങൾ കടം കൊടുത്തിരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ഇനി സാധ്യതയില്ല എന്ന് കരുതി നിങ്ങൾ എഴുതിത്തള്ളിയിരുന്നതോ ആയ ധനം ഈ സമയത്ത് തിരികെ വരും. നിക്ഷേപങ്ങളിൽ നിന്ന് വലിയ ലാഭം പ്രതീക്ഷിക്കാം. അത് ഭൂമിയിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നോ ഒക്കെ ലാഭം പ്രതീക്ഷിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ്. കർമ്മരംഗം അഭിവൃദ്ധിപ്പെടും. തൊഴിൽപരമായ വിജയം നിങ്ങൾക്കുണ്ടാകും. ജോലിയിൽ സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് എന്നിവ തീർച്ചയായും ഉണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട അവസ്ഥ വരും. പുതിയ ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെടും. പുതിയ കോൺടാക്റ്റുകളിൽ സൈൻ ചെയ്യാൻ കഴിയും. ഭാവി പദ്ധതികൾ നിങ്ങൾക്ക് മനോഹരമായി ആവിഷ്കരിക്കുവാനും നടപ്പിലാക്കുവാനും കഴിയും. ചെറിയ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ തൊഴിൽ രംഗത്തേക്ക് മാറുവാൻ സാധിക്കും. ചെറിയ ബിസിനസ് ചെയ്തിരുന്നവർക്ക് വലിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ അനുകൂലമായ സമയമാണ്. അതിനുള്ള സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് ഉണ്ടാകും. ഏറ്റെടുക്കുന്ന എല്ലാ കർമ്മങ്ങളും കൃത്യമായും വിജയകരമായും പൂർത്തീകരിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ സമൂഹത്തിൽ നിങ്ങൾക്ക് അന്തസ്സും അംഗീകാരവും വർദ്ധിക്കുന്ന ഒരു കാലം കൂടിയാണ്. കുടുംബജീവിതം വളരെ സന്തോഷകരമായി പോകുന്ന കാലഘട്ടമാണ്. ദീർഘകാലമായി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടന്ന പല ആഗ്രഹങ്ങളും, അതായത് ഒരു വീട് അല്ലെങ്കിൽ ഒരു വാഹനം അല്ലെങ്കിൽ ഭൂമി, ഇതൊക്കെ സ്വന്തമാക്കണം എന്നൊരു ആഗ്രഹം, ഇതൊക്കെ സ്വന്തമാക്കണം എന്നൊരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് നടപ്പിൽ വരുത്തുവാൻ കഴിയുന്ന സമയമാണ്. ഇതെല്ലാം നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കപ്പെടും, യാഥാർത്ഥ്യമാകും. ഒരു വീട് വാങ്ങണം അല്ലെങ്കിൽ ഒരു വീട് വെക്കണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ മതി. അതിനുള്ള സാമ്പത്തികം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ്. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. സമാധാനവും ഐശ്വര്യവും അനുഭവത്തിൽ വരും. സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വലിയ പിന്തുണയും സഹായവുമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട്. വിവാഹമോ അല്ലെങ്കിൽ അതുപോലെയുള്ള പാലുകാച്ച് ചടങ്ങുകൾ, നൂലുകെട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ
സംഭവിക്കുവാൻ വളരെ സാധ്യതയുള്ള ഒരു സമയമാണ്. 11ാം ഭാവത്തിൽ നിൽക്കുന്ന ഉച്ചവ്യാഴം തൻ്റെ 5, 7, 9 ദൃഷ്ടികൾ കൊണ്ട് 3, 5, 7 ഭാവങ്ങളെ നോക്കുന്ന ഒരു സമയമാണ്. അതായത് 3ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതിനാൽ നിങ്ങളിൽ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ജീവിതപാതയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുവാനും ആത്മവിശ്വാസത്തോടു കൂടി അത് ചെയ്ത് വിജയിപ്പിക്കുവാനും നിങ്ങൾക്ക് കഴിയും. മനസ്സിലുണ്ടായിരുന്ന ആശങ്കകളും അരക്ഷിതാവസ്ഥയുമെല്ലാം ഈ കാലഘട്ടത്തിൽ മാറും. യാത്രകൾ കൊണ്ട് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഔദ്യോഗികമായി അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മരംഗം ലക്ഷ്യമാക്കി ചെയ്യുന്ന യാത്രകളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായ ഫലം നൽകും. 5ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയുടെ ഫലമായി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത വിജയമുണ്ടാകും. പഠനരംഗത്ത് നിങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയും. മത്സര പരീക്ഷകളിൽ വിജയം ലഭിക്കും. ഔദ്യോഗിക മേഖല ലക്ഷ്യമാക്കി ഏതെങ്കിലും മത്സര പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും. കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുവാൻ അനുകൂലമായ ഒരു സമയമാണ്. നിങ്ങളുടെ ആ ജീവിത അഭിലാഷം 5ാം ഭാവത്തിലേക്കുള്ള ഈ ദൃഷ്ടിയുടെ ഫലമായി വ്യാഴം നിങ്ങൾക്ക് സഫലീകരിച്ച് തരും എന്ന് തന്നെ പറയാം. 7ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയും പരസ്പര ധാരണ വർദ്ധിക്കുകയും നിങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷകരമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യും. 11ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം തൻ്റെ 9ാം ദൃഷ്ടി കൊണ്ട് നോക്കുന്നത് നിങ്ങളുടെ 7ാം ഭാവത്തെയാണ്. അതായത് കളത്രസ്ഥാനത്തെ, വിവാഹസ്ഥാനം എന്ന് പറയാം. ഗുരുവിൻ്റെ ഈ മഹാഗുരുവായ വ്യാഴത്തിൻ്റെ ഈ ശുഭദൃഷ്ടി പതിയുന്നതോടുകൂടി ദീർഘകാലമായി തടസ്സപ്പെട്ട് കിടന്ന വിവാഹാലോചനകൾ പെട്ടെന്ന് തന്നെ തീരുമാനത്തിലെത്തും. നിങ്ങൾ ആഗ്രഹിച്ചത് പോലെയുള്ള സദ്ഗുണ സമ്പന്നരും ദയാലുക്കളുമായ ഒരു ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കും. പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി അത് വിവാഹത്തിലേക്ക് എത്തിക്കുവാൻ അനുകൂലമായ സാഹചര്യം ഒരുങ്ങും. വിവാഹ പങ്കാളിയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള സാമ്പത്തിക മാനസിക പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക്, സ്വയം സംരംഭങ്ങൾ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നതോടുകൂടി തന്നെ ആ രംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുവാനും വലിയ ലാഭങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ കഴിയും. അതുപോലെ വിദ്യാർത്ഥികളുടെ കാര്യം ഒന്നുകൂടി പറയുകയാണ്. കന്നിരാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ ഉച്ചവ്യാഴമാറ്റം ഒരു സുവർണ കാലം തന്നെയാണ് സമ്മാനിക്കുന്നത്. വ്യാഴത്തിൻ്റെ 7ാം ദൃഷ്ടി നിങ്ങളുടെ 5ാം ഭാവത്തിലേക്കാണ് പതിക്കുന്നത്. ഇത് വിദ്യാസ്ഥാനമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി മികച്ച ഏകാഗ്രതയും ബുദ്ധിശക്തിയും കൈവരുന്ന സമയമാണ്. മത്സര പരീക്ഷകളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അതിലും ഒക്കെ മികച്ച നേട്ടവും വിജയവും അഡ്മിഷനും ഒക്കെ ഈ സമയത്ത് ലഭിക്കും. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കന്നിരാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ കാലയളവ് അത്യുത്തമമാണ്. വിദേശ സർവകലാശാലകളിൽ നിന്ന് സ്കോളർഷിപ്പോടുകൂടി അഡ്മിഷൻ ലഭിക്കുവാൻ ഈ ഉച്ചവ്യാഴം വഴിതെളിക്കും. പരമ്പരാഗത പഠനത്തിന് പുറമെ ജ്യോതിഷം, തത്വചിന്ത, ഗവേഷണം തുടങ്ങിയ മേഖലയിലൊക്കെ താല്പര്യമുള്ളവർക്ക് അതിൽ വലിയ പാണ്ഡിത്യം നേടുവാനും അംഗീകാരം നേടുവാനും ഒക്കെ കഴിയുന്ന സമയമാണ്. ചുരുക്കത്തിൽ ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരും. എങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ അനിഷ്ടഭാവത്തിലോ അല്ലെങ്കിൽ ദോഷകരമായ അപഹാരങ്ങളോ ഒക്കെ അത്തരത്തിലുള്ള അവസ്ഥയിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ വേണ്ട പരിഹാരങ്ങൾ കൂടി ചെയ്യണം. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. വ്യാഴപ്രീതിക്കായിട്ട് അങ്ങനെ ചെയ്യുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നിങ്ങൾക്ക് തടസ്സങ്ങൾ മാറി കിട്ടുവാനും വ്യാഴത്തിൻ്റെ പ്രീതി ലഭിക്കുവാനും കാരണമാകും. പഠിക്കുന്ന കുട്ടികൾ വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് അവരുടെ ബുദ്ധി ഉണരുവാൻ, ബുദ്ധിശക്തി വർദ്ധിക്കുവാൻ സഹായിക്കും. മഹാഗുരുവാണ് വ്യാഴം. അതുകൊണ്ട് തന്നെ വീടുകളിലെ മുതിർന്നവരെയും ഗുരുക്കന്മാരെയും എപ്പോഴും ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവരുടെ അനുഗ്രഹം വാങ്ങുവാനും ശ്രദ്ധിക്കണം. ജാതകത്തിലെ ദശാകാലങ്ങൾ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ അവസ്ഥ കൂടി നിങ്ങൾക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിൽ
ഈ പറഞ്ഞ ഫലങ്ങൾ വളരെ ശക്തമായി നിങ്ങൾക്ക് അനുഭവപ്പെടും. അതായത് ഇരട്ടിയായി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. കന്നിരാശിക്കാർക്ക് ഈ വരാൻ പോകുന്ന ഉച്ചവ്യാഴത്തിൻ്റെ കാലഘട്ടം സർവ്വ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഈശ്വര ചിന്തയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക, കഴിയുന്നിടത്തോളം ദാനധർമ്മങ്ങൾ ചെയ്യുക, പുണ്യപ്രവർത്തികൾ ചെയ്യുക, ആരിൽ നിന്നും ഒന്നും തട്ടിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുക, വാക്കുകളിലും പ്രവൃത്തിയിലും സത്യസന്ധത പുലർത്തുക, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഈ 11ാം ഭാവത്തിലെ വ്യാഴം, സർവകാരകനായ ധനകാരകനായ വ്യാഴം നിങ്ങൾക്ക് വലിയ സൗഭാഗ്യങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് വരാൻ പോകുന്നത്. നമ്മളെക്കാൾ താഴെയുള്ളവർക്ക്, അർഹരായവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. മനുഷ്യർക്ക് മാത്രമല്ല, പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും നമ്മളാൽ കഴിയുന്നതൊക്കെ ചെയ്തു കൊടുത്ത് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നന്മകൾ മാത്രം കാംക്ഷിച്ചുകൊണ്ട്, അത്തരം പ്രവർത്തികൾ മാത്രം ചെയ്തുകൊണ്ട്, ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രപഞ്ച ശക്തികൾക്ക് വിധേയനായി ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് തീർച്ചയായും എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.